എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. ഞങ്ങൾ കുറച്ച് ദിവസമായിട്ട് ലോങ് വീഡിയോയും കാര്യങ്ങളൊന്നും ഇടാറില്ല. വേറൊന്നുമല്ല, എനിക്ക് സുഖമില്ലായിരുന്നു. റയാൻ്റെ ഷോർട്ട് വീഡിയോ തന്നെ റിഹാൻ എടുക്കുമ്പോഴാണ് ഇടുന്നത്. ലോങ് വീഡിയോ അല്ലെങ്കിൽ അവൻ്റെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും, കുരുത്തക്കേടും കാര്യങ്ങളും, സ്കൂളിൽ പോകുന്നതൊക്കെ. പക്ഷെ അവന് സ്കൂളിലും പോകാറില്ല. സ്കൂൾ തുറന്നിട്ട് ആകെ 3 ദിവസമാണ് സ്കൂളിൽ പോയത്. അപ്പം എൻ്റെ വോയിസ് ചിലപ്പം കട്ടാവുന്നുണ്ടാവും. എനിക്ക് തൊണ്ടയ്ക്ക് പഴുപ്പായിരുന്നു, നല്ല പഴുപ്പ്, വെള്ളം പോലും ഇറക്കാൻ പറ്റാത്തപ്പോൾ അതിനനുസരിച്ച് പനി വന്നു. അപ്പോൾ എല്ലായിടത്തും മഴയും കാര്യങ്ങളൊക്കെയാണ്, തണുപ്പൊന്നും പിടിക്കാണ്ട് എല്ലാവരും നന്നായിട്ട് ആരോഗ്യമൊക്കെ ശ്രദ്ധിക്കുക. അപ്പോൾ എനിക്ക് തൊണ്ടയ്ക്ക് വേദന വരും, എനിക്ക് ഭയങ്കര പേടിയും ടെൻഷനുമാണ്. അപ്പോൾ എനിക്ക് ഓർമ്മ വരിക തിരുവനന്തപുരം RCC ആണ്. കാരണം ഞാൻ 3 വർഷത്തോളം അവിടെ ചികിത്സയിൽ എന്ന് പറഞ്ഞാൽ പോയി വന്നുകൊണ്ടിരുന്ന ആളാണ്. ആദ്യം മാസത്തിൽ, പിന്നെ 3 മാസം കൂടുമ്പോൾ, പിന്നെ 6 മാസം, അങ്ങനെ ഒരു 3 വർഷം ഞാൻ അവിടെ ചികിത്സ തേടിയതായിരുന്നു. അത് വേറൊന്നുമല്ല, എനിക്ക് തൊണ്ടയ്ക്ക് ഒരു മുഴയുണ്ടായത് കണ്ണൂരിൽ നിന്ന് എടുത്ത്. അപ്പം ടെസ്റ്റ് റിസൾട്ട് വന്നപ്പം ഇവിടുത്തെ ഡോക്ടർമാർക്ക് ഒരു ചെറിയ സംശയമൊക്കെ ആയിട്ട് RCCയിൽ പറഞ്ഞു വിട്ടു. അപ്പോൾ അവിടെ എത്തിയപ്പം വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു. പക്ഷേ 3 വർഷത്തോളം അവിടെ തന്നെ ചികിത്സ തുടർന്നു. അത് കഴിഞ്ഞിട്ടാണ് റയാൻ്റെ ഡെലിവറി ഉണ്ടായതൊക്കെ. അപ്പം ഇപ്പം എനിക്ക് സംസാരിക്കുമ്പോൾ തൊണ്ടയിൽ നിന്നൊരു കുത്തല. അപ്പോൾ എനിക്ക് ഈ തൊണ്ടയ്ക്ക് എന്തെങ്കിലുമൊക്കെ വരുമ്പോൾ എനിക്ക് ഭയങ്കര പേടിയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞപ്പോൾ ഉള്ള അവസ്ഥയും, പിന്നെ നമുക്കറിയാം RCC പോലുള്ളൊരു ഹോസ്പിറ്റലിൽ പോയി വരുമ്പോൾ നമ്മളെ മാനസികാവസ്ഥയൊക്കെ ഭയങ്കര ടെൻഷനായിരുന്നു. അതാണ് ഇപ്പോഴത്തെ മെയിൻ കാരണം. എന്താണെന്ന് വെച്ചാൽ അതാണ് വീഡിയോ ഒന്നും എടുക്കാത്തത്. അക്കുഡൂസ് എപ്പോഴും ചോദിക്കും, ഇത് പിണങ്ങി നിൽക്കുക കേട്ടോ, വേറൊന്നുമല്ല. പെരുന്നാളിനേക്ക് എടുത്ത ഡ്രസ്സ് അവനിന്ന് ഇട്ട് കൊടുക്കണം, എന്നിട്ട് അവന് കളിക്കാൻ പോകണം. അതൊക്കെയാണ് പരിപാടി, അല്ലാണ്ട് വേറൊന്നുമല്ല. പാവം, അവന് സ്കൂളിൽ പോകാൻ പറ്റിയില്ല. എല്ലാവരുമായിട്ട് പരിചയപ്പെട്ട് വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ. ടീച്ചറൊക്കെ വിളിച്ച് ടീച്ചറുടെ അടുത്തൊക്കെ കാര്യം പറഞ്ഞിട്ടുണ്ട്. കുഴപ്പമൊന്നുമില്ല. ഇപ്പം പിന്നെ ഉച്ചവരെ 2 മണി വരെ ക്ലാസ്സുള്ളൂ. ക്ലാസ് ശരിക്കും തുടങ്ങിയില്ല. തിങ്കളാഴ്ച മുതലേ പുസ്തകവും കാര്യങ്ങളൊക്കെ കൊണ്ടുപോകുന്നു. അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. എന്നാലും അവന് പിന്നെ അംഗൻവാടിയൊക്കെ പോയതുകൊണ്ട് പരിചയക്കുറവൊന്നുമില്ല. എന്നാൽ ശരി.